LDFിൻ്റെയും UDFിൻ്റെയും ക്രിസ്ത്യൻ സ്നേഹം പൊളിച്ചെടുക്കുകയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ. ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര ക്രൈസ്തവ MLA-മാരുണ്ട്? അത് നോക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ, അതായത് കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിൽ 34 ക്രൈസ്തവ MLA-മാരുണ്ടെങ്കിൽ മറുവശത്ത് BJPയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ 234 ക്രൈസ്തവ MLA-മാരുണ്ട്. 2 മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ, BJP സഖ്യം ഭരിക്കുന്ന 2 മുഖ്യമന്ത്രി സ്ഥാനങ്ങളുണ്ട്. 46 മന്ത്രിമാരുണ്ട്. അപ്പോൾ ക്രൈസ്തവരുടെ പാർട്ടി തന്നെയാണ് BJP. ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ. ഈ കാര്യങ്ങൾ കോൺഗ്രസിനെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഈ സംസ്ഥാനത്ത്, കേരളത്തിൽ ഭീതി അഴിച്ചുവിടാൻ വേണ്ടിയാണ് ഇതാ FCRA വരുന്നു, നമ്മൾ പ്രതികരിക്കണ്ടേ, നിങ്ങളെ പൂട്ടാനാണ്, നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്നുള്ള രീതിയിലുള്ള ഭയം അഴിച്ചുവിട്ടത്. ആ ഭയത്തിന്റെ പ്രതിഫലനമാണ് പല രീതിയിലും പല ആൾക്കാരും ഇവിടെ പ്രകടിപ്പിച്ചത്. യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അനലൈസ് ചെയ്യുകയും വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ചുമതലയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന ഭാഗത്ത് നിന്ന് കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് BJPക്കെതിരെ ക്രൈസ്തവരെ തിരിക്കാൻ ആ അവസരം രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ്. അതിനെതിരെയാണ് PC ജോർജും ഷോൺ ജോർജും പ്രതികരിച്ചത്. അതുകൊണ്ട് വസ്തുതകൾ എന്താണ് എന്ന് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഈ വസ്തുതകൾ മുഴുവൻ സുതാര്യമാണ്, വ്യക്തമാണ്. അപ്പോൾ ഇതൊരു തുറന്ന ചർച്ചയ്ക്ക് വിഷയമാവട്ടെ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ക്രൈസ്തവരെല്ലാം BJPക്കെതിരാകും എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ വ്യക്തമാണ്. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് ഭൂരിപക്ഷമുള്ളതും വളരെ ശക്തിയുള്ളതുമായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും BJP അധികാരത്തിലിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം BJPയെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ മാത്രം മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് BJPയിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയുള്ള ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും തന്ത്രങ്ങൾ ഇപ്പോഴും ഇവിടെ വിജയിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ വലിയ ചർച്ചയായി മാറ്റുന്നത്, ഇത് വലിയ പ്രശ്നമുണ്ടാക്കി കോലാഹലമാക്കി മാറ്റുന്നത്. അതിനോടാണ് PC ജോർജിനും ഷോൺ ജോർജിനും പ്രതികരിക്കേണ്ടി വന്നത് എന്ന് മാത്രം.